ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ബാക്കി വന്ന ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ട് ഒരു ബോ ഹെയർ ടൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, കാണാൻ നല്ല ക്യൂട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ഫ്ലവറൊക്കെ ഉണ്ടാക്കി ബാക്കി വന്നിട്ടുള്ള ഷീറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബോ ഉണ്ടാക്കാനായിട്ട് 2 സെൻറ്റിമീറ്റർ വീതിയും 20 സെൻറ്റിമീറ്റർ നീളത്തിലുമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഷീറ്റിൽ തന്നെ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ എൻഡിൽ വെച്ചിട്ട് 2 ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു കേവ് ഷേപ്പിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിത് 2 ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. കൈയും അതുപോലെ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും കറക്റ്റിൽ അളവിൽ തന്നെയല്ലേ നിൽക്കുന്നത് നോക്കണം കേട്ടോ. അതായത് ഒരു ഭാഗം കുറച്ച് നീളത്തിലും ഒരു ഭാഗം കുറച്ച് കുറഞ്ഞിട്ടുമാണ് നിൽക്കുന്നത്, ശ്രദ്ധിക്കണം. 2 ഭാഗവും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സെൻറ്റർ ഭാഗം കണക്കാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് ഇത് ആ ഒരു ഭാഗം നമുക്ക് കുറച്ച് താഴോട്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 സൈഡും അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബോ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗം സ്റ്റിച്ചിൽ ഉൾപ്പെടുത്തണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് വിട്ടുപോരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ അങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗിൽറ്റ് ഷീറ്റ് കൊണ്ട് തന്നെ വെച്ചിട്ട് തന്നെ കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് കുറേ കാലം കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനാവുമ്പോൾ നമുക്ക് നല്ലൊരു ബലത്തിൽ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ടുള്ള റിബണൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം നമുക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇതുപോലെ ഹെയർ ടൈമലോ അല്ലെങ്കിൽ ക്ലിപ്പുമ്മലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. ക്ലിപ്പുമ്മലോ ആകുമ്പോൾ കുറേ അങ്ങോട്ട് ചിലപ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോരും കേട്ടോ. അതിനേക്കാളും കൂടുതൽ നിൽക്കുക നമുക്ക് ഹെയർ ടൈമിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെയർ ടൈ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഗിൽറ്റ് ഷീറ്റ് ആയാലും ഹെയർ ടൈ ആയാലും ഏതായാലും. ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോർഡ് മുകൾ വശത്ത് സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കുക. മുകൾ വശം മാത്രമാണ് നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. താഴെ വശത്ത് നമുക്ക് ഹെയർ ടൈ വെച്ച് കൊടുക്കണമല്ലോ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് താഴെ ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഹെയർ ടൈ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകൾ വശത്ത് കൂടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പീസ് ഇതിലേക്ക് വലിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടുള്ള ബോ ഹെയർ ടൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരു ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ടൈ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക.
പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും മറക്കരുത്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.